വീടിന്റെ ഉമ്മറത്ത് തെന്നി വീണ് വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കണ്ട ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. വീടിന്റെ ഉമ്മറത്ത് തെന്നി വീണ് വിശ്രമത്തിൽ കഴിയുന്ന പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനെ അദ്ദേഹത്തിന്റെ കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലുള്ള വസതിയിലെത്തി ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ സന്ദർശിച്ചു. കേരളത്തിലും കേരളത്തിനു പുറത്തും ഒട്ടനവധി ശില്പങ്ങൾ നിർമ്മിച്ച കാനായി കുഞ്ഞിരാമനെ തേടി ഒട്ടനവധി പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടനവധി ശില്പങ്ങളുടെ പണിപ്പുരയിലാണ് അദ്ദേഹം. ചില ശാരീരിക പ്രശ്നങ്ങളാൽ വീട്ടിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തെ നേരിൽ കാണണമെന്ന ആഗ്രഹത്തിലാണ് ശശികല ടീച്ചർ വീട്ടിലെത്തിയത്. കേരളം വളരെ ഗൗരവമായി ഗുരുവന്ദനം ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങളൊരു ഗുരുവന്ദനം നടത്താൻ തന്നെയാണ് ഇവിടെ എത്തിയത്. കേരളം ഏറെ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ പ്രസിദ്ധനായ ശില്പി കാനായി കുഞ്ഞിരാമൻ സാറിനെ കാണുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കാണുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. ശരിക്കും പറഞ്ഞാൽ തൻ്റെ ശില്പങ്ങളെ മക്കളെ പോലെ കാണുന്ന ഒരു ശില്പി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭ ഇനിയും കേരളത്തിന് ആവശ്യമാണ്. തൻ്റെ ശില്പങ്ങൾ അനാദരിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ തനിക്ക് വെച്ച് നീട്ടിയ പുരസ്കാരം പോലും വേണ്ട എന്ന് പറയാനുള്ള ധീരത കാണിച്ച ഈ ശില്പി, അദ്ദേഹത്തെ കേരളത്തിന് ആവശ്യമുണ്ട്. കാനായിയുടെ പത്നി നളിനി കാനായിയോട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിഗതിയെക്കുറിച്ച് ടീച്ചർ സംസാരിച്ചു. ശശികല ടീച്ചറോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എ. ശ്രീധരൻ, ജില്ലാ പ്രസിഡന്റ് എസ്.പി. ഷാജി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ഹോസ്ദുർഗ താലൂക്ക് പ്രസിഡന്റ് വി. കുഞ്ഞമ്പു നായർ, സെക്രട്ടറി പ്രകാശൻ പറശ്ശിനി, അജയകുമാർ നെല്ലിക്കാട്ട്, വിജയകുമാർ, സതീഷ് കാഞ്ഞങ്ങാട് എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.